കുട്ടികളെ, നിങ്ങൾക്കറിയാമോ, കാക്ക കുളിക്കുന്നത് കണ്ടാൽ ഒരു സൂപ്പർസ്റ്റിഷനുണ്ട് അല്ലേ? അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അതുപോലെ കാക്ക കരഞ്ഞാൽ വിരുന്നുകാരൻ വരുന്നു. ഇങ്ങനെയൊക്കെ കുറേ വിശ്വാസങ്ങളുണ്ട് അല്ലേ? ഓരോ പക്ഷികളെ പറ്റിയും നേച്ചറിലുള്ള ഒരു ഇപ്പോൾ കറുത്ത പൂച്ച വട്ടം ചാടിയാൽ നല്ലതല്ല. ഇങ്ങനെയൊക്കെ ഓരോരോ വിശ്വാസങ്ങളുണ്ട്. സൂപ്പർസ്റ്റിഷൻസ്, അന്ധവിശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇതിനെയെല്ലാം പൊളിച്ചെടുക്കുന്നതാണ് നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഒരു നയം. ഈവൻ നെഗറ്റീവ് ഇമേജസ് ഓർ ഈവിൾ എലമെൻറ്റ്സ് ഇൻ നേച്ചർ ക്യാൻ ബ്രിങ് ഔട്ട് പോസിറ്റിവിറ്റി ടു എ മാൻ who was not at all enjoying the nature എന്നുള്ളൊരു ഐഡിയയും കൂടി ഈ പോയത്തിൽ കൂടെ ഒരു റെവല്യൂഷണറി ഐഡിയ റോബർട്ട് ഫ്രോസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. റോബർട്ട് ഫ്രോസ്റ്റ് ഒരു അമേരിക്കൻ പോയറ്റാണ്. റോബർട്ട് ഫ്രോസ്റ്റ് എപ്പോഴും യൂസ് ചെയ്യുന്നത് നേച്ചറിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടെ വരുന്ന കുറേ ഐഡിയാസും തോട്ട്സൊക്കെയാണ്. നിങ്ങൾ മറ്റ് പോയംസ് മെൻഡിങ് വോൾ ബൈ റോബർട്ട് ഫ്രോസ്റ്റ് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ റോഡ് നോട്ട് ടേക്കൺ, റോഡ്സ് ടു റോഡ്സ് ഡൈവേഴ്സ്ഡ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെയൊക്കെ ഒത്തിരി വലിയ കാര്യങ്ങൾ, വലിയ ഫിലോസഫീസ് ചെറിയ കാര്യങ്ങളിൽ നിന്ന്, ചെറിയ വില്ലേജ് റൂറൽ ഇമേജസിൽ നിന്ന് കൊണ്ടുവരുന്ന ആളാണ് റോബർട്ട് ഫ്രോസ്റ്റ്. ഓക്കെ, അപ്പോൾ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പോയംസൊക്കെ ഒന്ന് നോക്കുക. സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഇൻ എ സ്നോയി ഈവനിങ് എന്നുള്ളതിൽ നിന്ന് പറയുന്നുണ്ട്, ഐ ഹാവ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. അങ്ങനെയുള്ളൊരു കാര്യമൊക്കെയാണ്. അതായത് ഒത്തിരി കാര്യങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ചെയ്തു തീർക്കാനുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നതൊക്കെ ആയിട്ടാണ് റോബർട്ട് ഫ്രോസ്റ്റിന് ഈ നേച്ചറിലുള്ള പല ഇമേജസിൽ കൂടെ നമുക്ക് നല്ല നല്ല പോയിൻറ്റ്സ് എഴുതി കൺവേ ചെയ്ത് തരുന്നത്. ഓക്കെ, ഒന്ന് ഓർത്താൽ നിങ്ങളെയും നേച്ചർ പലപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഒരു റെയിൻബോ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ അറിയാതെ ഒരു സന്തോഷം വരും അല്ലേ? അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. നേച്ചറിലുള്ള ഇമേജസൊക്കെ കാണുമ്പോൾ ഒരു പക്ഷെ നമ്മുടെ എല്ലാ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് ഉണ്ട്. ബട്ട് അതൊന്നും നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള സൊല്യൂഷൻസ് അല്ല എന്നൊക്കെ വലിയ വലിയ ഫിലോസഫേഴ്സൊക്കെ പറയും. മരണത്തിന് മാത്രം സൊല്യൂഷൻ ഇല്ല എന്ന് പറയും, മറ്റെല്ലാ സൊല്യൂഷൻസും നേച്ചറിലുണ്ട് എന്ന് പറയും. എന്നാൽ മരണത്തിന് പോലും സൊല്യൂഷനുണ്ട് എന്ന് കാണിച്ചു തന്ന ആളാണ് യേശു അല്ലേ? അപ്പോൾ അവിടെയും ഒരു നല്ലൊരു ഇമേജ് യേശുവിൻ്റെ അപ്പോസിൽ ഉണ്ട്, സെയിൻറ്റ് പീറ്റർ. സെയിൻറ്റ് പീറ്ററിന് പോലും ഒരു വാർണിംഗ് സൈൻ തരുന്നതായിട്ടാണ് കാണുന്നത്, ഒരു കോഴി കൂവലിലൂടെ. കോഴി കൂവിയപ്പോഴാണ് സെയിൻറ്റ് പീറ്റർ ഓർക്കുന്നത് യേശു പറഞ്ഞ ചില കാര്യങ്ങൾ. ഓക്കെ, 3 പ്രാവശ്യം കോഴി കൂവി കഴിഞ്ഞപ്പോഴാണ് സെയിൻറ്റ് പീറ്റർ ഉണർന്നത്. അപ്പോൾ നേച്ചർ പലപ്പോഴും നമുക്ക് വാർണിംഗ് സൈൻസ് തരും. ഇപ്പോൾ സുനാമി വരുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊരു പക്ഷി ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പക്ഷികൾ അല്ലെങ്കിൽ മൃഗങ്ങളൊക്കെ പ്രത്യേക രീതിയിൽ ബിഹേവ് ചെയ്തു എന്നുള്ളത്. നമ്മുടെ ഫ്ലഡ് ഉണ്ടാകുന്നതിന് മുമ്പ് പോലും നമ്മൾ ഒരു പക്ഷേ നോട്ട് ചെയ്തിട്ടുണ്ടാവും പക്ഷികളുടെയും ഒക്കെ ഒരു പ്രത്യേക ബിഹേവിയർ, സൗണ്ട്സ് അല്ലേ? അപ്പോൾ നേച്ചർ ഒരുപാട് വാർണിങ്സ് നമുക്ക് തരുന്നതാണ്. നേച്ചറിലുള്ള ലിവിങ് ബീയിങ്സ് വാർണിങ്സ് മാത്രമല്ല, പലപ്പോഴും നമ്മളെ എനർജൈസ് ചെയ്യാൻ പോലും നേച്ചറിന് കഴിവുണ്ട്. അതൊന്നും മനസ്സിലാക്കാതെ ഒരു തലമുറ മൊബൈൽ ഫോണിൽ മാത്രം നോക്കിയിരിക്കുന്ന ഒരു തലമുറയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൻ്റെ യാന്ത്രികതയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, പുറമേക്കൊക്കെ ഒന്ന് കണ്ണു നട്ടിരിക്കാൻ, അതിലൂടെയൊക്കെ തന്നെ നമ്മുടെ മനസ്സിന് ഒരു ചേഞ്ച് വരുത്താനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ഫ്രീസിങ് കോൾഡ് എല്ലാമാണ് കാക്ക ഇരിക്കുന്നുണ്ടായിരുന്നത് അല്ലേ? യു നോ ദാറ്റ് ഒരു കാക്കയ്ക്ക് പോലും അറിയാം ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഗുഡ് ഫോർ ഇറ്റ്സ് സ്ട്രെങ്ത്
അതുകൊണ്ട് തന്നെ കാക്ക എന്താ ചെയ്യുന്നത്? ഷേക്സ് ഓഫ് ദ ഡസ്റ്റ് ഓഫ് സ്നോ. അപ്പോൾ ആ ഒരു വൈസ് ആക്ട് ഓഫ് ദ ക്രോ ചേഞ്ച്ഡ് ദ പോയിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഇറ്റ് ഫെൽ ഓൺ ദ പോയിറ്റ്. അപ്പോഴാണ് ഹി കുഡ് റിയലൈസ് ദാറ്റ് ഒരു പക്ഷിക്ക് പോലും എന്താ പറയുക മൂടിയായിട്ടിരിക്കാൻ താല്പര്യമില്ല. അത് ചേഞ്ച് ചെയ്യുന്നുണ്ട് അതിൻ്റെ സ്റ്റേറ്റ്. അപ്പോൾ നേച്ചർ ക്യാൻ റിഫ്രഷ് അസ്. ഓൾറൈറ്റ്. അപ്പോൾ ഈ പോയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.